ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ സംസ്ഥാന പുരാരേഖ വകുപ്പ് കേരള മ്യൂസിയത്തിൻ്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന വിവിധ പ്രൊജക്റ്റിലേക്ക് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നു. ഓക്കെ, 2026-27 സാമ്പത്തിക വർഷം ആരംഭിക്കാൻ ഉദ്ദേശിക്കുന്ന വിവിധ പദ്ധതികളിലേക്കാണ് താൽക്കാലിക അടിസ്ഥാനത്തിൽ നിയമനം നടക്കുന്നത്. ഓക്കെ, അപ്പോൾ അപേക്ഷിക്കേണ്ട അവസാന തീയതി വരുന്നത് 4/7/2026 നിങ്ങൾക്ക് ഇതിലേക്ക് അപേക്ഷിക്കാം. പ്രൊജക്റ്റ് കാലാവധി 8 മാസമാണ്. പ്രതീക്ഷിക്കുന്ന ഒഴിവുകൾ തിരുവനന്തപുരത്ത് പാം ലീഫ് റെക്കോർഡർ 9 വേക്കൻസി, പേപ്പർ റെക്കോർഡ്സ് 24 വേക്കൻസി, ചാലക്കുടിയിൽ പേപ്പർ റെക്കോർഡ്സ് 4 വേക്കൻസി, കോഴിക്കോടാണെങ്കിലും 4 വേക്കൻസി. ഓക്കെ, അതിലേക്ക് യോഗ്യത വരുന്നത് പേപ്പർ റെക്കോർഡിലെ യോഗ്യത വരുന്നത് അംഗീകൃത സർവകലാശാലയിൽ നിന്നും ലഭിച്ച ബിരുദവും അതുപോലെ തന്നെ ആർക്കൈവൽ സ്റ്റഡീസ്, ആർക്കിയോളജി, മ്യൂസിയോളജി, കൺസർവേഷൻ ഇവയിൽ ഏതെങ്കിലും ഉള്ള ബിരുദാനന്തര ഡിപ്ലോമയും ഉണ്ടായിരിക്കേണ്ടതാണ്. പാം ലീഫ് റെക്കോർഡ്സിലാണെങ്കിൽ MA മാനുസ്ക്രിപ്റ്റോളജി, വട്ടെഴുത്ത്, കോലെഴുത്ത്, മലയാണ്മ, തമിഴ് ലിപ്യാനന്തരത്തിൽ 1 വർഷത്തെ മുൻപരിചയം ആവശ്യമാണ്. അപ്പോൾ അടുത്തത് നോക്കുകയാണെങ്കിൽ കാറ്റഗറി 2 ശാസ്ത്രീയ സംരക്ഷണം. ഇതിൻ്റെയും പ്രൊജക്റ്റ് കാലാവധി 8 മാസമാണ്. ഓക്കെ, അപ്പോൾ ഇതിലേക്ക് ഏതൊക്കെ ഒഴിവുകളാണ് വന്നിരിക്കുന്നത് നോക്കാം. സൂപ്പർവൈസർ തിരുവനന്തപുരത്തേക്ക് 2 ഒഴിവുകളാണ്. പ്രൊജക്ട് ട്രെയിനി തിരുവനന്തപുരം 18 ഒഴിവ്, ചാലക്കുടിയിൽ 6 ഒഴിവ്, കോഴിക്കോട് ജില്ലയിൽ 6 ഒഴിവ്, കുന്ദമംഗലത്തും 6 ഒഴിവ്. ഇനി ഇതിലേക്കുള്ള ക്വാളിഫിക്കേഷൻ ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഇതിലേക്ക് വരുന്ന ക്വാളിഫിക്കേഷൻ സൂപ്പർവൈസർ ആണെങ്കിൽ അംഗീകൃത സർവകലാശാലയിൽ നിന്നും കെമിസ്ട്രിയിലുള്ള ബിരുദാനന്തര ബിരുദവും ആർക്കൈവൽ സ്റ്റഡീസ് അല്ലെങ്കിൽ കൺസർവേഷനിൽ ലഭിച്ച ഡിപ്ലോമയും, പുരാതന സംരക്ഷണത്തിലെ ഏതെങ്കിലും അംഗീകൃത സ്ഥാപനത്തിൽ നിന്ന് കൺസർവേഷനിൽ 5 വർഷത്തിൽ കുറയാതെയുള്ള പ്രവൃത്തി പരിചയം, അല്ലെങ്കിൽ പുരാരേഖ സംരക്ഷണത്തിലെ ഏതെങ്കിലും അംഗീകൃത സ്ഥാപനത്തിൽ നിന്നും ലഭിച്ച 10 വർഷത്തിൽ കുറയാതെയുള്ള പ്രവൃത്തി പരിചയം ആവശ്യമാണ്. ഓക്കെ, പ്രൊജക്ട് ട്രെയിനി ആണെങ്കിൽ അംഗീകൃത സർവകലാശാലയിൽ നിന്നും കെമിസ്ട്രിയിലുള്ള ബിരുദാനന്തര ബിരുദവും ആർക്കൈവൽ സ്റ്റഡീസ്, കൺസർവേഷൻ ഇവയിൽ ഏതെങ്കിലും വിഷയത്തിൽ ഡിപ്ലോമ, അല്ലെങ്കിൽ മേൽപ്പറഞ്ഞ യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികളുടെ അഭാവത്തിൽ അംഗീകൃത സർവകലാശാലയിൽ നിന്നും കെമിസ്ട്രിയിലുള്ള ബിരുദവും ആർക്കൈവൽ സ്റ്റഡീസ്, കൺസർവേഷൻ ഇവയിൽ ഏതെങ്കിലും വിഷയത്തിൽ ഡിപ്ലോമയുള്ളവരെയും പരിഗണിക്കുന്നതാണ്. അപ്പോൾ അടുത്തത് നോക്കുകയാണെങ്കിൽ DTP ഓപ്പറേറ്ററിലേക്കാണ് അടുത്ത് വന്നിട്ടുള്ളത്. അതും 8 മാസം തന്നെ. ഒഴിവുകൾ തിരുവനന്തപുരത്ത് 4 ഒഴിവ്, ചാലക്കുടിയിൽ 1 ഒഴിവ്, കോഴിക്കോട് 1 ഒഴിവ് എന്നിങ്ങനെയാണ് വരുന്നത്. അതിലേക്ക് യോഗ്യത നോക്കുകയാണെങ്കിൽ 12ാം ക്ലാസ് പാസ്സായിരിക്കണം. KGTA ടൈപ്പ് റൈറ്റിംഗ് ലോവർ, ഇംഗ്ലീഷ് ആൻഡ് മലയാളം KGTA കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിങ്ങും പാസ്സായിരിക്കണം. ഏതെങ്കിലും അംഗീകൃത സ്ഥാപനത്തിൽ നിന്നും DTP സർട്ടിഫിക്കറ്റ് കോഴ്സ് പാസ്സായിരിക്കണം. പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കേണ്ടതാണ്. അടുത്തത് ബൈൻഡറാണ്. ബൈൻഡറിലേക്ക് തിരുവനന്തപുരത്ത് 3 ഒഴിവ്, ചാലക്കുടി 1 ഒഴിവ്, കോഴിക്കോട് 1 ഒഴിവ്, കുന്ദമംഗലം 1 ഒഴിവ്, ഇടുക്കിയിൽ 1 ഒഴിവ് ഇങ്ങനെയാണ് വരുന്നത്. യോഗ്യത SSLC പാസ്സായിരിക്കണം. അതേപോലെ തന്നെ ബുക്ക് ബൈൻഡിങ്ങിൽ NCVT സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കേണ്ടതാണ്. ഓക്കെ, അടുത്ത് നോക്കുകയാണെങ്കിൽ ലാസ്കർ കം ക്ലീനറാണ്. ഇതും 8 മാസം തന്നെയാണ് കാലാവധി വരുന്നത്. തിരുവനന്തപുരത്ത് 9 ഒഴിവ്, ചാലക്കുടി 1 ഒഴിവ്, കോഴിക്കോട് 1 ഒഴിവ്. ഇതിലേക്ക് 10ാം ക്ലാസ് മാത്രം യോഗ്യത ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നിശ്ചിത യോഗ്യത ഉള്ളവർ എത്രയും പെട്ടെന്ന് അപേക്ഷിക്കുക. പ്രായപരിധി സർക്കാർ നിയമാനുസൃതമായിരിക്കും. ഓക്കെ, തിരഞ്ഞെടുക്കുന്ന ഉദ്യോഗാർത്ഥിയുടെ ഒഴിവുകളുടെ എണ്ണവും മറ്റ് നിബന്ധനകളും അനുസരിച്ച് കേരള മ്യൂസിയം നിശ്ചയിച്ചിരിക്കുന്ന പ്രൊജക്റ്റിലേക്ക് നിയമിക്കുന്നതായിരിക്കും. ഓക്കെ, പ്രൊജക്റ്റ് കാലയളവിൽ തുടർച്ചയായുള്ള അവധി അനുവദീയമല്ല. ഈ കാലയളവിൽ ദീർഘകാല അവധി ആവശ്യമുള്ളവർ ഇതിലേക്ക് അപേക്ഷിക്കേണ്ടതെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, മാതൃകാ അപേക്ഷാ ഫോമും വിശദാംശങ്ങളും കേരള മ്യൂസിയത്തിൻ്റെ www.museumkeralam.org. എന്ന വെബ്സൈറ്റിൽ ലഭിക്കുന്നതാണ്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ പൂരിപ്പിച്ച അപേക്ഷാ സർട്ടിഫിക്കറ്റുകളുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ സഹിതം കേരള മ്യൂസിയത്തിൻ്റെ താഴെ പറഞ്ഞ വിലാസത്തിൽ സമർപ്പിക്കേണ്ടതാണ്. അവസാന തീയതി 4/7/2026. അപേക്ഷിക്കേണ്ട മേൽവിലാസം എക്സിക്യൂട്ടീവ് ഡയറക്ടർ, കേരള മ്യൂസിയം, പാർക്ക് വ്യൂ, തിരുവനന്തപുരം. ഓക്കെ, അപേക്ഷാ കവറിന് പുറത്ത് കാറ്റഗറിയും സത്യയുടെ പേരും നിർബന്ധമായും തന്നെ നിങ്ങൾ കൊടുക്കേണ്ടതാണ്. താങ്ക് യു.